അങ്കിൾ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ആ മോളെ, താൻ എന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോ ഒരു 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 വല്ലാത്ത അകൽച്ച പോലെ. എന്നാ അണ്ണൻ വിളിക്കുന്ന പോലെ ദേവേട്ടാന്ന് വിളിക്കാം. ആ എനിക്കും അതാ ഇഷ്ടം. അമ്മാളെ, എന്റെ രുക്മിണി എന്നെ വിളിച്ചിരുന്നത് അങ്ങനെ. ഈ പാപനാശിനി കടലമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന എന്റെ രുക്മിണി എല്ലാ ഉദയങ്ങളിലും ദേവേട്ട എന്ന് വിളിച്ചാണ് എന്നെ ഉണർത്താറുള്ളത്. എന്നും രാത്രി ഞാൻ അവളോട് സംസാരിക്കും. അമ്മാള് വന്ന കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു. അമ്മയുടെ നാമജപം കേൾക്കാനാ സിംഗപ്പൂരിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തിയത്. കിണറ്റ് വെള്ളത്തിൽ കുളിച്ച് രാസനാദിപ്പൊടിയും തലയെ തിരുമ്മി നാട് കാണാൻ ഇറങ്ങിയപ്പോ ശകുനം വന്ന പെൺകുട്ടി. ചേട്ടിത്തുണി കൊണ്ടുള്ള പാവാടയും ബ്ലൗസും, വെട്ടുകല്ല് പാകി അവരുടെ വീട്ടുമുറ്റത്ത് വെടിച്ചു കയറിയ നാലുകെട്ടിനെ സാക്ഷി നിർത്തി കശവു സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ എന്നെ രുക്മിണിയാക്കി. എന്റെ അമ്മാളെ, 8-10 ദിവസം ഈ ബന്ധുവീട്ടിലെ സൽക്കാരം ഉണ്ടല്ലോ, അറിഞ്ഞോളും. ഈ അടപ്രഥമനും ശർക്കരപ്പായസവും ചക്കപ്പായസവും കുടിച്ചു മടുത്തപ്പോ അല്പ പരിഷ്കാരപ്പായസം കുടിക്കാൻ ഞാനും രുക്മിണിയും കൂടെ എത്തിയതാ ഈ കടപ്പുറത്ത്. ഫോട്ടോ എടുപ്പും കടലിലെ കുളിയും ചില്ലറ ബിയറടിയും അതിലവളുടെ പിണക്കവും, അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് കളിച്ചും ചിരിച്ചും കുളിച്ചും അവളങ്ങ് പോയി. പാപനാശിനി അമ്മ അവളെ അങ്ങ് കൊണ്ടുപോയി. ശരീരം പോലും കിട്ടില്ല. അതുകൊണ്ട് അവള് മരിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ ഇവിടെ അങ്ങ് കഴിയുക. ഇതാ എനിക്ക് പിടിക്കാത്തത്. അമ്മാളെ, നഷ്ടപ്പെട്ട ഒന്നും കരഞ്ഞാ തിരിച്ചു കിട്ടത്തില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി ജീവിതം ജീവിച്ചെങ്കിലും തീർക്കുക, അത്രേ ഉള്ളൂ. താൻ ചെല്ലേ, ഞാൻ കുറച്ചു നേരം കൂടെ അവളോട് സംസാരിക്കട്ടെ. ശരി. मम पिताः मम पिताः कृष्णमूर्ति नामः कृष्णमूर्ति नामः श्राद्धः श्राद्धः मम माताः शारदाम्बाൾ नामः शारदाम्बाൾ नामः श्राद्धः श्राद्धः. ഇനി അച്ഛനെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പിണ്ണച്ചോറ് അങ്ങോട്ട് കൊണ്ടുവച്ചാട്ടെ. അണ്ണ, അപ്പ, അമ്മ. അപ്പ അമ്മ, മോക്ക് നല്ല ഉടുപ്പ്, അണ്ണന് നല്ല ഉടുപ്പ്, കഴുത്തിലെ മാല, കാതിലെ കമ്മല്, കപ്പലണ്ടി, മുട്ടായി എല്ലാം കൊണ്ടുവരാൻ ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇനി ഇതാ നമ്മുടെ വീട്. കരയില്ലേ? അപ്പാവും അമ്മാവും നേരെ ഇങ്ങോട്ടാ വരിക. മോള് കരയില്ലേ? എന്താ മോളെ? அந்த காஞ்சிபுரம் சேல சுற்றி ഉറങ്ങ. ഫിലിക്സ് സ്റ്റാനിസ്ലാവോസ് ലാബ്രഡോർ ബൈ फ्रॉम गोवा, परंतु एक मलयाली आखी नारी है. എന്താ സംശയം തോന്നുന്നുണ്ടോ ആകെ നാരി? ഇല്ലാതില്ല ആകെ നാരി.
ഐ എം സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ഈ ടെലഗ്രാം കിട്ടിയിട്ട് വന്നതാ. സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. കർക്കടക ടൂറിസ്റ്റ് ഹോം, ഇന്റർവ്യൂ, ഗോവൻ കുക്ക്, സ്വതന്ത്രൻ. അതേന്നേ. ഇങ്ങോട്ട് മാറിയടാ, അങ്ങനെ ഇങ്ങോട്ട് മാറിയിക്കാൻ. താൻ ഗോവയിലായിരുന്നോ? ആ, ഗോവയിലെവിടെ? ഗോവ സെൻട്രൽ. ഗോവ സെൻട്രോ? എമനെ ഇത് ഗോവ, ഇത് ഡാമൻഡ്യൂ. ഗോവയ്ക്കും ഡാമൻഡ്യൂക്ക് ഇടയ്ക്ക് നടുക്ക് സെന്റർ. സത്യം പറയടാ, എന്താ എന്റെ ജോലി? പറയടാ. ദേഹണ്ണം. എന്തോന്ന് ദേഹണ്ണം? ഈ കല്യാണത്തിന് ചാപ്പാടുണ്ടാക്കണ ഏർപ്പാടിന്റെ. സ്വതന്ത്രം നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ ആൾക്കാരെല്ലാം ജപ്പാനിലായിരുന്നപ്പോ അവൻ എന്റെ കൂടെയായിരുന്നു. ദേഹണ്ണം. ശുപാർശക്കാരെ കൂടെ ഉള്ളപ്പോ പോരാടാ നിന്റെ ഈ കുണുക്കൊക്കെ. അല്ലാത്തപ്പോ നേരെ ജോലി നടന്നു പോയാ പോരെ. എന്തായി എന്റെ കാര്യം? നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി അർജന്റ് ആയിരുന്നു. നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട. ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി. അല്ലാതെ സാറ് ശുപാർശ ചെയ്തെന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നാക്കണ്ട പ്ലീസ്. സംസാരിക്കാൻ നേരമില്ല, എനിക്ക് ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എടാ, അതിനു മുമ്പ് ഈ അപ്പോയിന്റ്മെന്റ് ആ പിള്ളസാനം ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോകും. ടൈമില്ല സുഹൃത്തെ. നിങ്ങൾ നേരെ പോയാൽ മതി. ഹിരോഷിനെ കണ്ടിരുന്നു പറഞ്ഞേക്കൂ. ഓക്കെ, ആ കാക്കി യൂണിഫോമിന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. നിന്റെ കുണുക്ക ഞാൻ നിർത്തി തരാം. അല്ല, ആ പോയതൊരു ചുറ്റുകളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ. പരന്തു, നീ ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാമു, അത് ഞാനൊരു റിഹേഴ്സൽ നടത്തി നോക്കിയാലോ. അപ്പൊ നന്നാവും. അമ്മടെ ഇതാടോ തന്റെ രുക്മിണി ചേച്ചി? എങ്ങനുണ്ട്? ശരിക്കും ഇതുപോലായിരുന്നു ദേവട്ട? ഇതുപോലെ ആയിരുന്നോന്ന് ചോദിച്ചാൽ അല്ലറ ചില്ലറ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിത്രകാരനായ ഭർത്താവിന്റെ കയ്യിൽ ചായവും ബ്രഷും കിട്ടിയാൽ ഏതു ഭാര്യയും ഒരു രവിവർമ്മ സുന്ദരിയാവും. എന്നാലും ആകെ മൊത്തം എന്റെ രുക്മിണിയമ്മ ഇതായിരുന്നു. ദേവേട്ട, എന്റെ അമ്മയുടെ പടം വരച്ചു തരോ? ഓ പിന്നെന്താ, പഴയ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെങ്ങനെയാടോ വരയ്ക്കുന്നേ? അവര് മരിച്ചുപോയി എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ലല്ലോ. ആട്ടെ, തന്റെ അമ്മയുടെ കണ്ണുകൾ തന്റേതുപോലെ വലിയ കണ്ണുകളായിരുന്നു. എനിക്കറിഞ്ഞൂടാ. ആയിരിക്കണോടോ. ഒരമ്മയ്ക്ക് പെൺമക്കൾക്ക് കൊടുക്കാൻ അവരുടെ കണ്ണുകളേ ഉള്ളൂ നല്ലതും ചീത്തയും കണ്ട് മനസ്സിലാക്കാൻ. ഞാൻ വരച്ചരാം. ടിറ്റോ, ടിറ്റോ. എന്താ സാജൻ? ടിറ്റോ ഇല്ല ആന്റി? ഇവിടെ ആരുമില്ല. സാജന് ബിയർ വേണോ? വേണ്ട ആന്റി. സാജന്റെ ഹൈറ്റാണ് ശരിക്കും ഒരു പുരുഷന് വേണ്ടത്. എനിക്കിഷ്ടമാണ് പൊക്കമുള്ളവര്. നമ്മൾ തമ്മി എന്ത് വ്യത്യാസം കാണും? അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ആന്റി. ഒരു ആവറേജ് സ്ത്രീയുടെ ഹൈറ്റ് ഒക്കെ ആന്റിക്കുണ്ട്. ഇല്ല സാജൻ, ഇപ്പൊ നോക്കാലോ. ഗുഡ് മോർണിംഗ് യങ് ഹീറോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഞാൻ ടിറ്റോയെ കാണാൻ വന്നതാ. ഇവിടിപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പരേതനായ ഞാനും നിത്യ യൗവനം എന്റെ മിസിയും. ഞാൻ പോട്ടെ അങ്കിൾ. ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല, ഞാനൊട്ട് കണ്ടതായി ഭാവിച്ചിട്ടുമില്ല. ഇപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല. പ്രായപൂർത്തിയായ 2 മക്കളുണ്ട് എനിക്ക്. എനിക്കറിയാം. അറിഞ്ഞതുപോലെ നീ പെരുമാറുന്നില്ല. പെരുമാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയല്ല, നിങ്ങളുടെ മക്കൾക്ക് ഞാനൊരു അമ്മയല്ല, രണ്ടാനമ്മ പോലുമല്ല. തെറ്റിയാൻറ്റി ഈ വീട്ടിലെ ശമ്പളം വാങ്ങിക്കാത്തൊരു വേലക്കാരി. ഡാഡിയും മക്കളും ഒന്ന്, എനിക്ക് മാത്രം ആരുമില്ല.
എന്റെ കാര്യം ഒന്നുമില്ല. ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ. നിർത്ത നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാമോ? മക്കളെ നോക്കാൻ വേണ്ടി മാത്രമാണ് മതി. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. മതി എന്നാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മടുത്തു, ജീവിതം മടുത്തു. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരു അമ്മയാകാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. 3 തവണ നിങ്ങൾ എന്നെ- Shut up. You shut up. ഒന്ന് നിർത്തുന്നുണ്ടോ ഇത്? ഡയറക്റ്റ് ബെറ്റിയാനി വേണ്ടെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് പറഞ്ഞേക്ക്. ബെറ്റിയാനിക്ക് വേണ്ടി നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് പോ. Find a solution for this stupidity. എത്ര നാളായത് വീട്ടിലേക്ക് വന്ന് കേറാൻ പേടിയാ. It's too much. മോനെ ടിറ്റോ, ഐ എം സോറി. അരെ സോറി യാർ. നോക്ക്, സോറി പറഞ്ഞ പിന്നെ കരയരുത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ആരുടെയും തെറ്റല്ല സാജൻ. ബെറ്റിയാന്റിയുടെ തെറ്റല്ല, ഡാഡിയുടെ തെറ്റല്ല, അച്ചായന്റെ തെറ്റല്ല, എന്റെ തെറ്റല്ല, മരിച്ചുപോയ ഞങ്ങളുടെ മമ്മിയുടെ തെറ്റല്ല. ഇതൊന്നുമല്ലാത്ത മറ്റേതോ ഒരു വലിയ തെറ്റ്. ഇനിയും ക്ലൈമാക്സിൽ എത്തിയിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഹിന്ദി സിനിമയാ ഈ വീട്. മമ്മിയെ പരിചരിക്കാനെത്തിയ ഒരു മിലിറ്ററി നേഴ്സ്. മമ്മി മരിച്ചു. ഡാഡി ഞങ്ങളെ നോക്കാൻ അവരെ ഏൽപ്പിച്ചു. അതൊരു കാരണം മാത്രമായിരുന്നു. ഡാഡിക്ക് അവരെ ഇഷ്ടമായിരുന്നു. അവരെ കല്യാണം കഴിച്ചു. ആ കഥ ദേ ഇങ്ങനെ നീണ്ടുപോകുന്നു. ലീവ് ഇറ്റ്. വരുന്ന പോലെ വരട്ടെ. ഒരു തരത്തിൽ ഇങ്ങനൊരു വീടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പരസ്യമായി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഐ ലവ് യു. പക്ഷെ നമ്മുടെ വീട് ഇങ്ങനെ ആവരുത് കേട്ടോ. ആ വിളിക്കടാ. മിസ്റ്റർ ലാബ്രഡോർ. ആദായിസ്ത പിള്ളസാൻ, ആദായിസ്ത മേഡം പിള്ളസാൻ. എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതൊരു ഗോവൻ കസ്റ്റമർ. മനസ്സിലായടാ? ആദാ ജീവരക്തം, ഇസ്ത മുക്കി. നിർത്ത്. ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മിസ്റ്റർ ലാബർഡോൺ ഇരിക്കൂ. അത് ജപ്പാനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പരന്തു കിച്ചണിൽ 24 മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി. സബാഷ്. ഞാൻ പറഞ്ഞില്ലേ അമ്മ. നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? അപ്പം, കിഴങ്ങേറി, പുട്ട്, പയറ, പപ്പടം, കഞ്ഞി, പുഴുക്ക, ഇടിയപ്പം. ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം? ബ്രദർ ഒരു പഴഞ്ചനാകരുത്. ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ഇൻ മഷ്റൂം, ഓണിയൻ ലീഫ് ഇൻ ബംഗാൾ ഗ്രാം, ബട്ടർ ഇൻ മലായ് കോഫ്ത. ഗോവൻ ഭാഷയിൽ മലൈ കോഫ്ത ഒരു തെറിയാണ്. ഈ 2 അലവലാദികൾ പറയുന്നത് കേൾക്കണ്ട. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ്. മിസ്റ്റർ ലാബർഡോൺ, പാചകം തനി ഗോവൻ രീതിയിലായിക്കോട്ടെ. ഗോവയിൽ ഒരു പഴമൊഴിയുണ്ട്. കൃച്ചേ കൃച്ചേ ഓർത്തല്ലേ അന മന തന്ത്രി ചിക്കി മട്ടി ഡി ഗോവ അന മന തന്ത്രി. ബ്യൂട്ടിഫുൾ. എന്താണ് ഇത്, മുദ്രാവാക്യോ? യു ആർ അപ്പോയിന്റഡ്. കിച്ചൻ ഹൗസിന, കിച്ചൻ നന്നായിരിക്കട്ടെ. പിള്ളസാൻ ഹൗസിന, പിള്ളസൻ മേഡം നന്നായിരിക്കട്ടെ. പിള്ളസാൻ ഹൗസിന, മാഡം പിള്ളസൻ നന്നായിരിക്കട്ടെ. വല്ലഭായി നന്നായി ഹൗസിന, വല്ലഭായി നന്നാ നോക്ക്. കർക്കിടക ഹൗസിനാനോ. മൊത്തത്തിൽ കർക്കടക ടൂറിസ്റ്റവും നന്നായിരിക്കട്ടെ. അപ്പോയിന്റഡ്. അപ്പോയിന്റഡ്. അങ്ങനെ നമ്മളെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ടിറ്റോയുടെ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള വിജയം വീണ്ടും വീണ്ടും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്മാളിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. ദേവേട്ടാ ഞാനും. ടിറ്റോയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ നേരാണോ? എന്തോ എന്നൊക്കെ പറയുന്നു ഡാർലിംഗ്. ആയിരിക്കണമല്ലോ. അല്ലെ പിന്നെ എവനീ പാർട്ടി നടത്തുവോ? എന്താ എവനീ പാർട്ടി നടത്തുമോ? പാർട്ടി നടത്തുന്നത് യവനല്ല, ഞാനാണ്. അതെ. അത് ദിസൻ ബഹാർ ആയ രൻ ഗുൽസാർ, ഓ ദിസൻ ബഹാർ ആയ രൻ ഗുൽസാർ, അസി വസദാർ ഹേ പഞ്ചാബ്, ഓए സുഖ സടയാ സജന, ഓए ദിസൻ ബഹാർ ആയ രൻ ഗുൽസാർ, അസി വസദാർ ഹേ പഞ്ചാബ്, ഓए സുഖ സടയാ സജന, ओए ठंडा मीठा पानी मेरा देश दा पंजाब दा की पानी पी के नशा चढ़ जाए. അയ്യോ, ആനാണോ? ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. എന്തിനാ വന്നേ? എങ്ങനെയോ വന്നു പോയിട്ടാ, തിരിച്ചു പോവാൻ വഴി അറിയില്ലാട്ടാ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്നാ പൊക്കോ. ഒരു സ്മോള് കിട്ടിയാ ഞാൻ ട്രൈ ചെയ്യാട്ടാ. അവിടെ നിന്ന് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടാ. ഇനി എനിക്ക് വഴി പറഞ്ഞു തരുമോ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എങ്ങനെ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എന്റെ അമ്മേ, എന്ത്? ഒന്നുമില്ല. ആ,
ഇരുട്ടത്ത് കടപ്പുറത്തൂടെ ഒരുപാട് ദൂരം നടക്കണം. കുറച്ചു ദൂരം ചെന്ന് സൂക്ഷിച്ചു നോക്കിയാ ട്യൂബ് ലൈറ്റുകൾ മിന്നുന്ന കാണാം. ഞങ്ങൾ എളുപ്പ വഴി അങ്ങ് എത്തിക്കൊള്ളാം. പരന്തു ഏ? ഇങ്ങനത്തെ ഒരു ഗ്ലാസ് നിറച്ചു ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സും ഇല്ല, 2 ഗ്ലാസ്സും ഇല്ല. ദാ വരുന്നു, ഇയാള് പോടോ. ഓക്കെ, ഗുഡ് നൈറ്റ് ഫോർ ഓൾ. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ ദ നൈസ് പെർഫോമൻസ്. തലവേദന മാറിയില്ലേ? സാരമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയ്യോ, എല്ലാരും പോയോ? ഗുഡ് നൈറ്റ്. ഓ. അമാൾ. ഗ്ലാസ്. എന്താടാ സ്വാമി കുഴന്തേ? ദേവട്ട, ഇനി ഇവിടെ വെച്ച് ഇങ്ങനത്തെ പാർട്ടികൾ നടത്താതിരിക്കല്ലേ നല്ലത്? എന്തു പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ ഇവിടെ നമ്മള് രണ്ടുപേരും മാത്രമല്ലല്ലോ, അവളും ഇല്ലേ? ഞാനത് ഓർത്തില്ലടാ. ഐ എം സോറി. ദേവേട്ടനെ കുറ്റപ്പെടുത്തല്ല. അല്ലടാ, രാവിലെ ആവുമെന്ന് പറഞ്ഞു, ഞാനങ്ങ് സമ്മതിച്ചു. ഒന്നും ആലോചിച്ചില്ല. അച്ഛനും അമ്മയും വിഷം കുടിച്ച് മരിച്ചു. ഒരു സായിപ്പെടുത്ത് വളർത്തി. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ വേണിക്ക് ഒരു നല്ല ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാൻ മനസ്സുകൊണ്ട് പുണ്യാകം തെളിച്ച് ഈ വീടിനെ ഒരഗ്രഹാരമായി കണ്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള ശരികളിലൂടെ മാത്രമേ അവൾക്ക് ഒരു നല്ല ബന്ധത്തിന് ആശയ്ക്ക് പോലും വകയുള്ളൂ. ദയവട്ടെ ഞങ്ങളുടെ കൂടെ വേണം. തെറ്റ് എന്റേതാ രുക്മിണി. അവൻ പറഞ്ഞത് ശരിയാണ്, 100% ശരി. അവരുടെ അഗ്രഹാരം വിട്ട് അകന്നു പോകുന്ന അന്യനേക്കാൾ ഓടുമില്ലാതെ അവരുടെ ബന്ധുവാകുന്ന ദേവേട്ടനെയല്ലേ നിനക്കിഷ്ടം? വേണി എന്ന അനിയത്തിയും രാമസ്വാമി എന്ന അനിയനും നീയും ഞാനും നമുക്കിങ്ങനെ ഇവിടെ കഴിയാം.